ബേക്കർ ഈസ് എ നമ്പർ 1 കമ്പനി. എന്തിനാ നമ്പർ 1 എന്നവർ പറയണേ? നിങ്ങളൊരു 10,000 അല്ല ഒരു 50,000 സ്ക്വയർ ഫീറ്റ് തുറന്നു വെച്ചാൽ നമ്പർ 1 പറയില്ല, എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ ഒരു 20,000 കോടി ഇറക്ക്, എന്നിട്ട് നിങ്ങൾ കമ്പനി തുറന്നു വെക്ക്. എന്നാലും അവരടിപൊളി എന്ന് പറയില്ല. അവരടിപൊളി എന്ന് പറയണമെങ്കിൽ അവരുടെ ബ്രെയിൻ എന്ത് നടക്കണം? ഇംപ്രഷൻ വരണം. അപ്പൊ എക്സ്പ്രഷൻ എന്താണ്? വാട്ട് ഈസ് എക്സ്പ്രഷൻ? അത് നമ്മൾ ആദ്യം അറിയേണ്ടതാണ്. എന്താണ് എക്സ്പ്രഷൻ? ഒരു സ്റ്റാഫിന്റെ എക്സ്പ്രഷൻ എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് എക്സ്പ്രഷൻ, ഇംപ്രഷൻ? നമ്മൾ കൊടുക്കുന്ന ആദ്യം വെരി ഇമ്പോർട്ടന്റ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച്, ഞാൻ പറയുന്ന മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ റെഡി. ആദ്യം നമുക്ക് വേണ്ട എന്താണ്? SOP വേണം. ഒരു ചെറിയ SOP ഞാൻ പറയാം. എന്താ SOP എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ. എന്താ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ചായ വെക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ താങ്കൾ ചായ വെക്കാറുണ്ടോ? ചായ വെക്കാറുണ്ടോ? സത്യം പറയാം, ചായ വെക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ചായ വെക്കാറുണ്ടോ? എങ്ങനെ ചായ വെക്കാറുണ്ടോ? എങ്ങനെ ചായ വെക്കാറുണ്ടോ? ചായ എങ്ങനെ വെക്കാറുണ്ട്? വെക്കാറില്ല. വെക്കാറില്ല. ചായ വെക്കാറുണ്ടോ? വെക്കാറുണ്ടോ? ഉണ്ട്. എങ്ങനെ വെക്കാറുണ്ട്? ചായ വെക്കാറുണ്ടോ? എങ്ങനെ വെക്കാറുണ്ട്? ഇപ്പൊ വർക്കാവുന്നു കുറച്ച് കുറച്ച്. ഉണ്ടാക്കാറുണ്ടോ? പറഞ്ഞു. ഫസ്റ്റ് കേസാണോ? മുഖം നോക്കിയാലോ ചായ വെക്കാറില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. സി, ഇവിടെ ഒരു ചായ വെക്കാൻ മിനിമം 10 പ്രൊസീജിയർ ഉണ്ട് എന്നാ പറയുന്നത്. 10 പ്രൊസീജിയർ. പക്ഷെ നമ്മൾ ഈ 10 പ്രൊസീജിയർ നോക്കിയിട്ടാണോ ചായ വെക്കണത്? ആണോ? അല്ലല്ലോ. ആണോ? അല്ല. നമുക്ക് ആദ്യം അവിടെ പഞ്ചസാരയും തേയിലയും അതുപോലെ തന്നെ ഏത് കൂടി വേണം? വെള്ളവും കൂടി വേണം. ഇൻഡോ പാല്, പഞ്ചസാര, തേയില ഇൻഡോ എന്ന് ചെക്ക് ചെയ്യണം. വേണോ വേണ്ടേ? എന്നിട്ടേ ഉള്ളൂ പാത്രം, എന്നിട്ടേ ഉള്ളൂ ഗ്യാസ്. അപ്പൊ നിങ്ങൾ ആദ്യം പറയേണ്ടത് എന്തായിരുന്നു? ഞാൻ പഞ്ചസാരയും പാലും തേയിലയും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലേ? ആണോ? അല്ലേ? അപ്പൊ നമ്മളുടെ പ്രൊസീജിയർ പഠിക്കണം. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയാട്ടെ, ഒരു MBBS കഴിഞ്ഞ് സർജനായ ഡോക്ടർ പിറ്റേ ദിവസം ഒരു സർജറി ചെയ്യോ? അദ്ദേഹം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം സർജറി ചെയ്യാൻ? അപ്പൊ ശരിക്കും ഒരു സർജറി ചെയ്യണമെങ്കിൽ സർജൻ SOP വേണം. ഒരു ചായ വെക്കാൻ SOP വേണം എന്നാ പറയാം. നമ്മൾ ചെയ്ത് പഴകി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓരോ ആൾക്കാരും ചെയ്യുന്ന ഒരുപോലെയാണോ ചായ വെക്കുന്ന രീതി? ഒരുപോലെയാണോ നിങ്ങൾ ചായ വെക്കുന്നത്? നിങ്ങൾ സാമ്പാർ വെക്കുന്ന എത്ര ആൾക്കാരുണ്ട്? സാമ്പാർ നിങ്ങൾ വെക്കുന്ന സാമ്പാറൊക്കെ ഒരുപോലെയാണോ വെക്കുന്നത്? ബിരിയാണി വെക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ബിരിയാണി ബാക്കിലൊക്കെ കൈയൊക്കെ പോകുന്നുണ്ട്. ആണുങ്ങൾ ഒന്നും ഇല്ലല്ലോ. പൊതുവിൽ ബിരിയാണിക്ക് വെക്കാറുണ്ടല്ലോ കണ്ണൂരുകാര് ബിരിയാണി. അപ്പൊ നിങ്ങൾ ബിരിയാണി വെക്കുന്ന ഒരുപോലെയാണോ? നിങ്ങൾ ഒരുപോലെയല്ല. എന്നാൽ ഒരു കമ്പനിയിൽ നിങ്ങൾ 4 ആൾക്കാരെ പോലെ പെരുമാറിയാൽ കമ്പനിക്ക് ബ്രാൻഡാവില്ല. എഴുതി ഒപ്പിട്ട്